ലൈഫിൽ 50 ലക്ഷവും കാറും കിട്ടിയപ്പോൾ പോലും ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, BJP, ഫെമിനിസ്റ്റുകൾ, പുരോഗമനവാദികൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്തിൽ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ എല്ലാവരും കൂടി വന്നിരുന്നിട്ട് ആഘോഷിക്കുകയാണ്. എന്താ പറയുക, ഇതിലും വലിയ സന്തോഷം നമുക്ക് വേറെ ഉണ്ടോ? ഇത്രയും പേരുടെ ആക്രമണം ഒരാളിലേക്ക് ചുരുങ്ങുമ്പോൾ കേരളത്തിന് പുറത്തിരുന്ന് കേരളത്തെ നോക്കിക്കാണുന്ന ഒരു ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ ആ ശക്തിക്ക് മനസ്സിലാകുമല്ലോ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഈ ശക്തി എന്തിനാണ് നിന്റെ ഇടയിൽ വലിച്ചിരുന്നത്? ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയോ ആൾക്കാർ നിനക്കെതിരായിട്ട് പറയുന്നു. അതെല്ലാം ആൾക്കാരുടെ തെറ്റാണ്, മനസ്സിലായോ? നിന്റെ തെറ്റല്ല. നീ ഇപ്പോൾ കേരളം, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് അഖിൽമാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1.5 കോടി ജനങ്ങൾ പറയുന്ന എല്ലാം തെറ്റാ. നീയാണ് ശരി, നീ ഒറ്റൊരുത്തൻ. അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ മുന്നേറണം. ഇത്രയും നാളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എവിടെ വരെ വളർന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് വളർച്ച. കേരളം മുഴുവൻ എതിർക്കത്തക്ക രീതിയിൽ ഞാൻ വളർന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ്, വളർന്നിട്ടുണ്ട്. ഈ വളർച്ച എന്ന് പറയുന്നത്, വളർച്ച ഇൻ ദ സെൻസ് ഫേമസ് ആവുക. ഫേമസ് ആകുന്ന 2 തരത്തിലുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഫെയിം കിട്ടാം, ചീത്ത രീതിയിലും ഫെയിം കിട്ടാം. ഇതിൽ എങ്ങനെയാണ് നീ വന്നേക്കുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ചില കാര്യത്തിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ചില കാര്യത്തിൽ കുപ്രസിദ്ധിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫേമസ് ആയി മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കും. ഇനി പുതിയ പാർട്ടി വരുമ്പോൾ പുതിയ പാർട്ടിയിലും കയറി നിന്നു, ഒരു കുഴപ്പമില്ല.